ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ ജില്ലയിൽ കൃഷി പരിപാടികൾ ചെറുതായിട്ട് തുടങ്ങുകയാണ്. നമ്മൾ ഉള്ളി നടുകയാണ്. അപ്പോൾ നമ്മൾ പരിപാടി തുടങ്ങാൻ എല്ലാ സാധനങ്ങളും തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ബക്കറ്റ് റെഡി ആയിട്ടുണ്ട്. ചെടികളൊക്കെ മേടിക്കുമ്പോൾ അതേപോലെ അതിൻ്റെ ഡ്രം കിട്ടും. അപ്പോൾ അതൊക്കെ എടുക്കുക. അപ്പോൾ അതിലേക്ക് നമ്മൾ ആട്ടും ഒക്കെ ആയിട്ടുള്ള മിശ്രിതമാണ്. അപ്പോൾ അത് ഇതിലേക്ക് മണ്ണിലേക്ക് മിക്സ് ആക്കി കൊണ്ടിരിക്കുക. ഓക്കെ, എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ആയിട്ടതാണ്. അതേപോലെ ഇങ്ങനെ സിമ്പിൾ പരിപാടി കേട്ടോ. സിമ്പിൾ മണ്ണും നമ്മുടെ ആട്ടുംകാട്ടത്തിൻ്റെ പൊടി മിക്സ് ആയിട്ട് അതുപോലെ എടുക്കുക. പിന്നെ രണ്ടതളൊക്കെ നമ്മൾ ഇതേപോലെ ഓരോ ഇതളാക്കുക. സിംഗിളാക്കി അപ്പോൾ നമ്മൾ ലക്കി വില്ലയിൽ നമ്മൾ ഉള്ളി കൃഷി നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഡ്രമ്മിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 10-15 ദിവസമായി. അപ്പോൾ അതിൻ്റെ വിളവെടുപ്പിൻ്റെ സമയമായി. അപ്പോൾ നമ്മളത് ഇതേപോലെ നമ്മൾ ഉള്ളിയുടെ കടക്കി വെച്ചിട്ട് ഇതേപോലെ കറക്റ്റായിട്ട് കട്ട് ചെയ്തതിലൊക്കെ നിറഞ്ഞിട്ടോ. ആകെ ഒരു 15 ദിവസമേ വേണ്ടുള്ളൂ. 15 ദിവസത്തിൻ്റെ ആവശ്യമില്ല. ശരിക്കും പോലെ വെയിൽ ശരിക്കും ഇട്ടിട്ടൊക്കെ 15 ദിവസത്തിൻ്റെ ആവശ്യമില്ല. വേണ്ടോ? ഇതിൽ മണ്ണ് കുറച്ച് കുറവായിരുന്നു. എന്നിരുന്നാലും അത്യാവശ്യത്തിന് നമുക്ക് ഫലം കിട്ടിയിട്ടുണ്ട്. ആ നമ്മുടെ കുറിഞ്ഞിപ്പൂച്ച ഇതിൻ്റെ ഇടയിൽ കൂടെ ഓർഗാനിക് കേട്ടോ. അപ്പോൾ ഉള്ളിയില നമ്മളങ്ങനെ കടയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇതാണ്. അപ്പം നമ്മൾ ഒരു കെട്ട് ഇട്ടാ എത്ര കെട്ട് കിട്ടും നോക്കാം. അപ്പം നമുക്ക് 17 കെട്ടാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. വർക്കിന് വന്നതാണ്. അപ്പോൾ നമുക്ക് അതിലേട്ടം നമുക്ക് കുറച്ച് പച്ചക്കറി വന്നിട്ടുണ്ട്. നമ്മുടെ വെണ്ടയ്ക്കയുണ്ട്, വഴുതനങ്ങയുണ്ട്, ചീര, നമ്മുടെ ഉള്ളിയുടെ ഇല. ചെറിയ പരിമിതമായ സ്ഥലത്താണ് അനിലേട്ടൻ തുടങ്ങിയേക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഒരു മാതൃകയാണ്. അപ്പം അനിലേട്ടാ താങ്ക്സ് കേട്ടോ. അപ്പോൾ ഓർഗാനിക് പച്ചക്കറി നമുക്ക് ആയിട്ട് തന്നതിന് നന്ദി കേട്ടോ.